நீ சொன்னா நம்ப மாட்டேன். ஒரே மாசம் எழுந்து குடு 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 குடுன்னு ஓடி வரார். குதிரை குட்டி மாதிரி அன்னைக்கு போட்டேன் பேரு. இங்க பாத்தியா சொன்னம்மா தெரியுதா? முருகா வா. I think it was in 1962. അന്ന് ഞാൻ വെറും ഒരു ലെഫ്റ്റനന്റ്. ഫോർവേഡ് ഏറിയ സ്ഥലം. സംഭവം ചൈനീസ് അഗ്രഷനാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ട്രെഞ്ച് ഉണ്ടല്ലോ, കഷ്ടിച്ച് 4 പേർക്ക് ഇരിക്കാവുന്നിടത്ത് 16 പേരായിരിക്കുന്നത്, ഓഫീസേഴ്സും മെന്നും അടക്കം. അപ്പോഴും ഈ മേജർ ഉണ്ണികൃഷ്ണൻ പുറത്ത് നിന്നേ ഉള്ളൂ. എന്താ ഇവന്റെ ഒരു ബലം. Can you follow me? Come on, അമ്മു, വരൂ. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൂടെ? നിങ്ങൾ കൂടെ ഇരുന്ന് കുടിപ്പിക്കായിരുന്നു. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും എന്റെ തീരുമാനം. അതിന് വേറൊരാളെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാ? വേണ്ട വേണ്ട, ഭാഗമൊന്നും പറയണ്ട. എല്ലാം എനിക്കറിയാം. ഈ മനുഷ്യൻ കരുതി കൂട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടനെ കുടിപ്പിക്കായിരുന്നു. നിങ്ങൾക്ക് കുടിക്കാമായിരുന്നില്ലേ? നിങ്ങൾ കുടിക്കില്ല, അത് നിങ്ങളുടെ പ്രിൻസിപ്പലാണ്. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ട് നോക്കിയിരുന്ന് രസിക്കുന്നു. എന്റെ ഉണ്ണിയേട്ടൻ എന്തെങ്കിലും വന്നാൽ ഞാനല്ല സഹിക്കേണ്ടു. കാൽക്ക് കിടക്കുമ്പോ ആർക്ക് വേണമെങ്കിലും ചവിട്ടി അരയ്ക്കാമല്ലോ. അമ്മു, why don't you keep quiet? മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്നാൽ I say you. ഉണ്ണിയേട്ടാ, വിഷ്ണുവേട്ടാ, ആരെങ്കിലും ഒന്ന് വിളിക്കൂ. സാരമില്ല, കുറച്ചു നേരം അങ്ങനെ മയങ്ങി കിടക്കട്ടെ. ഞാൻ ഡോക്ടർ ചെറിയാനോട് പറയാം. ഞാൻ പോകുന്നു. എന്നെ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ അമ്മു, കരുതിക്കൂട്ടിയ ഒരു ജീവിതം ചവിട്ടിയരയ്ക്കാനുള്ള കഴിവ് എനിക്കില്ല. എന്നെ ഏറ്റവും അധികം അറിയാവുന്ന അമ്മുവാണോ ഇങ്ങനെ പറഞ്ഞത്? ഇല്ല, ഞാൻ ആരുടെയും ജീവിതം, എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം പോലും ഞാൻ എന്റെ ദുഃഖങ്ങളുമായി ഒതുങ്ങിക്കൂടാനേ ആഗ്രഹിച്ചുള്ളൂ. സോറി, ഐ ആം സോറി. ഉണ്ണിയേട്ടൻ കുടിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാം. എന്നിട്ട് നോക്കിയിരുന്ന് രസിക്കുന്നു. കാൽക്ക് കിടക്കുമ്പോ ആർക്ക് വേണമെങ്കിലും ചവിട്ടി അരയ്ക്കാമല്ലോ.
ഞാൻ നോവിച്ചോ? ഇല്ല, ഞാനാണ് വേദനിപ്പിച്ചത്. പാവം വിഷ്ണുവിനെ നീ വഴക്ക് പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല. എന്നാലും എന്റെ നിയന്ത്രണം എങ്ങനെ വിട്ടുപോയിന്നാ എനിക്ക് അത്ഭുതം. എനിക്കും. പാവം വിഷ്ണു, അയാൾ എന്ത് വിചാരിച്ചു കാണും? ആ, ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്പം പിണങ്ങുന്നത് നല്ലതാ അല്ലേ? പിണക്കം തീരുമ്പോ ഓ എന്തൊരു സുഖമാ. ആ സുഖം ഓർക്കുമ്പോ വീണ്ടും പിണങ്ങാൻ തോന്നും. എന്തൊരു മുഖമായിരുന്നു, ഞാൻ ആദ്യം കാണുകയാ മുഖം. സാറും അത്ര മോശമൊന്നും അല്ലായിരുന്നു. വഴക്ക് പറയുമ്പോ മുഖത്തെ പത്രാസൊന്ന് കാണുകയായിരുന്നു. അമ്മാവൻ വന്നില്ലല്ലോ. കത്തയച്ചിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. കമ്പി അടിച്ചിരുന്ന് പറന്നു വന്നേനെ. ഇവിടെ ആരെങ്കിലും വേണം. എന്തോ എന്റെ മനസ്സിനൊരു സുഖമില്ല. ഇവിടെ എന്താ കുഴപ്പം? വിഷ്ണു ഉണ്ട്, സ്വർണ്ണാഭരണ വിഭൂഷിതയായ സ്വർണ്ണമ്മയുണ്ട്. പിന്നെ അവരൊക്കെ അന്യരല്ലേ. സ്വന്തക്കാരെങ്കിലും ഇവിടെ വേണം. സ്വന്തക്കാരെക്കാൾ എപ്പോഴും നല്ലത് അന്യരാണമ്മു. എന്റെ അനുഭവം അതാ. പിന്നെ വിഷ്ണു അന്യനാണോ? ഒന്നുമില്ലെങ്കിൽ ഒരു നാട്ടുകാരല്ലേ. വിഷ്ണു പരിഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഹീസ് സച്ച് എ നൈസ് ഫ്രണ്ട്. അയാൾ ഇവിടെ വരാതിരുന്നാൽ ഏതായാലും നീ നാളെ വിഷ്ണുവിന്റെ ലോഡ്ജിലേക്ക് പോകണം. നീ ചെന്ന് പറഞ്ഞാലേ അയാളുടെ പരിഭവം മാറും. വരൂ. ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, കൂടെ അറ്റൻഡർ മുൻസ്വാമി ഉണ്ട്. അയാൾ കാറിലിരിക്കുന്നു. ഇരിക്കൂ. ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഇന്നലെ അദ്ദേഹം മദ്യം കഴിക്കുന്നത് കണ്ടപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നോട് ക്ഷമിക്കണം. അമ്മ വഴക്ക് പറഞ്ഞപ്പോ എനിക്കൊരു വിഷമം ഉണ്ടായില്ല. അമ്മൂലെ ഭാര്യയുടെ സ്നേഹം കണ്ട് എനിക്ക് അസൂയാണ് തോന്നിയത്. ജീവിതത്തിൽ നമ്മൾ ഒന്നാകാൻ ആഗ്രഹിച്ചവരാണ്. പക്ഷേ നമ്മൾ അകലേണ്ടി വന്നു. ഇന്ന് ഞാനൊരു ഭാര്യയാണ്. വിഷ്ണുവേട്ടൻ എന്റെ ഫോട്ടോ ഇനിയും സൂക്ഷിച്ചു വെക്കരുത്. അമ്മന്റെ ഒരു ഫോട്ടോ എങ്കിലും സൂക്ഷിക്കാൻ അമ്മ എന്നെ അനുവദിക്കണം. മറ്റൊരാളുടെ ഭാര്യയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നത് തെറ്റല്ലേ വിഷ്ണുവേട്ടാ? തെറ്റാണെന്നറിയാം. പക്ഷെ ഒരു കാലത്ത് അവൾ എന്റെ കാമുകയായിരുന്നു. അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. വിഷ്ണുവേട്ടാ, ആ ഫോട്ടോ നശിപ്പിച്ചു കളയൂ. ഇനിയും അത് സൂക്ഷിക്കരുത്. വിഷ്ണുവേട്ടൻ എത്രയും വേഗം ഒരു വിവാഹം കഴിക്കണം. അമ്മൂന് എന്നോട് എന്തും പറയാം. പക്ഷെ ദൈവത്തെ ഓർത്ത് എന്നെ ഉപദേശിക്കരുത്. ഉപദേശമല്ല, എന്റെ ഒരു അപേക്ഷയാണ്. അമ്മൂന് എത്ര എളുപ്പത്തിൽ എല്ലാം മറക്കാൻ കഴിഞ്ഞു. ഞാനൊന്നും മറന്നിട്ടില്ല വിഷ്ണുവേട്ടാ. പക്ഷെ പലതും നമ്മൾ മറന്നേ പറ്റൂ. എല്ലാം മറക്കാൻ വേണ്ടിയാണ് വിഷ്ണുവേട്ടൻ വിവാഹം കഴിക്കാൻ പറഞ്ഞത്. വിഷ്ണുവേട്ടാ, എനിക്കൊന്നും മറക്കാൻ കഴിയുന്നില്ല അമ്മോ. മറക്കണം വിഷ്ണുവേട്ടാ. മറവിയാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്.